നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻ താഴ്വരയിലുണ്ടായ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്ന് പ്രതിപക്ഷം. ജൂണിൽ തുറക്കേണ്ട ബൈസരൻ താഴ്വര ഏപ്രിൽ 20 തുറന്നത് സുരക്ഷാ സേന അറിഞ്ഞിട്ടില്ലെന്നും ഇത് സുരക്ഷാ സേനയുടെ അറിവോടെ അല്ലെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ യോഗത്തിൽ വ്യക്തമാക്കിയെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം ഹാരിസ് ബീരാൻ MP മാധ്യമങ്ങളോട് പറഞ്ഞു. സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം യോഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ചും പ്രതിപക്ഷ കക്ഷികൾ ചോദ്യമുയർത്തി. ബൈസരൻ അമർനാഥ് യാത്രാ സമയത്താണ് സാധാരണയായി ബൈസരൻ താഴ്വര തുറന്നു കൊടുക്കാറുള്ളതെന്നും ഏപ്രിലിൽ തുറന്നത് സുരക്ഷാ സേന അറിഞ്ഞില്ലെന്നുമാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ യോഗത്തിൽ അറിയിച്ചത്. അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ രാജ്യത്തെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും സേന അംഗബലം കുറവായതുകൊണ്ടാണോ ഈ മേഖലയിൽ സേനയെ വിന്യസിക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ലെന്നും ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ഇതുവരെയുള്ള നടപടികളെക്കുറിച്ചാണ് സർക്കാർ പറഞ്ഞതെന്നും തുടർ നടപടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കേന്ദ്രത്തിന് ഉത്തരമില്ലെന്നും ഹാരിസ് ബീരാൻ MP ആരോപിച്ചു. പ്രത്യേക പാർലമെന്റ് സെക്ഷൻ വിളിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പിന്നീട് നൽകുമെന്ന് അറിയിച്ചു. മതത്തിന്റെ പേരിലാണ് അവിടെ പ്രശ്നം സൃഷ്ടിച്ചത് എന്നുള്ള പ്രചരണത്തിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് 45 മിനിറ്റ് കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ടെന്നും ഹെലികോപ്റ്റർ എത്തിച്ചേരാൻ വൈകിയതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്നും സർക്കാർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് എല്ലാ കക്ഷികളും അറിയിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭീകരാക്രമണത്തെ എല്ലാ കക്ഷികളും അപലപിച്ചതായും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനൊപ്പം നിലകൊള്ളുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, രാജ്യസഭാ അധ്യക്ഷൻ JP നദ്ദ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭീകരാക്രമണത്തിന് ഇരകളായവർക്ക് ആദരാഞ്ജലിയായി 2 മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കും. അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന അദ്ദേഹം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം പട്ടണത്തിനടുത്തുള്ള പുൽമേട്ടിൽ തീവ്രവാദികൾ വെടിയുതിർത്തതിൽ വിനോദസഞ്ചാരികളടക്കം 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ കർശന നടപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനുമായി പതിറ്റാണ്ടുകളായി തുടരുന്ന സിന്ധു നദീജല കരാർ അനിശ്ചിതകാലത്തേക്ക് റദ്ദാക്കുന്നതടക്കമുള്ളവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പാകിസ്ഥാൻ പൗരന്മാരുടെ സാർക്ക് വിസ റദ്ദാക്കുകയും 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചു. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ, സൈനിക, നാവിക, വ്യോമ ഉപദേഷ്ടാക്കൾക്ക് ഇന്ത്യ വിടാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നും ഇന്ത്യ ഉപദേഷ്ടാക്കളെ പിൻവലിച്ചു.